മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പീഡനം നടന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്തു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചെങ്കിലും അതിജീവിതയെ പീഡിപ്പിച്ചോ എന്ന ചോദ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല. അതേസമയം അതിജീവിതയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മൊബൈൽ വഴിയുള്ള പരാതിയിൽ പരാതിക്കാരിയുടെ ഒപ്പില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കേസ് നിലനിൽക്കില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ പരാതിക്കാരിയുടെ ഇമെയിലിനൊപ്പം യുവതിയുടെ സിഗ്നേച്ചറും ഉണ്ട്. ഇതിന്മേൽ FIR ഇടാൻ തടസ്സമില്ലെന്നാണ് നിയമോപദേശം ലഭിച്ചതെന്നും ഇക്കാര്യത്തിൽ രാഹുലിൻ്റെ വാദം നിലനിൽക്കില്ലെന്നും അന്വേഷണ സംഘം പറയുന്നു. കൂടാതെ യുവതി താമസിക്കുന്ന വിദേശത്തെ ഇന്ത്യൻ എംബസി മുഖേന വീഡിയോ കോൺഫറൻസ് വഴി രഹസ്യമൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ അനുമതി തേടും. രാവിലെ നടന്ന തെളിവെടുപ്പിന് ശേഷം പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നു. ഇയാളുടെ 3 മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പാസ്വേഡും മറ്റും പറയാൻ ഇയാൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് മറ്റു മാർഗങ്ങളിലൂടെ തെളിവ് ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇന്ന് പൂർണ്ണമായും ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. 16-നാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഷാജഹാൻ, കൈരളി ന്യൂസ്, പത്തനംതിട്ട.